അപ്പോൾ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മളുടെ ഈ ഒരു ഇന്ത്യൻ ബൈക്ക് റിവ്യൂ നോർമൽ അല്ലെന്ന് എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ ഈ ഒരു നെറ്റ് കൊബോട്ട് എന്ന് പറഞ്ഞൊരു ഈ ഒരു UFO പോലത്തെ ഒരു വലിയൊരു ടീമാണ്. അപ്പോൾ ഇത് ഇതുവരെയായിട്ട് താഴെ ലാൻഡായില്ല. ഇത് മുകളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടെ ഇത് പട്ടാളക്കാരുടെ അല്ല, ഇത് അവരുടെ തന്നെ രാഫേൽ ജെറ്റാണ് പോകുന്നത്. കണ്ടോ, റൂട്ടിൽ വണ്ടിയൊക്കെ കുറവാണ്. കണ്ടോ, ഈ ഒരു വണ്ടി പിന്നെ കുറവാണ്, അധികം വണ്ടി ഇറങ്ങുന്നുണ്ടായിരുന്നത്. ഓക്കെ, കടയൊക്കെ അടച്ചിട്ടേക്കുവാണ്. ഓക്കെ, ഹോസ്പിറ്റൽ ആൻഡ് പോലീസ് സ്റ്റേഷൻസ് ഒക്കെ ഉണ്ട്, അല്ലാണ്ട് വേറെ എല്ലാം അടങ്ങുന്നുണ്ട്. പിന്നെ ഹോട്ടൽസ് സമയത്ത് അവധി മീൻസ് എല്ലാം അടച്ചിട്ടേക്കുവാണ്. ഹോട്ടൽസ്, 5 സ്റ്റാർ ഹോട്ടൽ എല്ലാം അടച്ചിട്ടേക്കുവാണ്. അപ്പോൾ ഇത് പോലീസുകാർ പ്രൊവൈഡ് ചെയ്തൊരു ബസ്സാണ്. അതായത് ഈ ഒരു ഇന്ത്യൻ ബൈക്ക് ഡ്രൈവർ ടീമിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ ആൾക്കാരിനെയും നമ്മൾ വേറെ നാട്ടിലേക്ക് സേഫായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ പോലീസുകാർ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു സിറ്റിയിൽ സേഫ് അല്ല പറഞ്ഞ് നമ്മൾ ഏത് ഭാഗത്തും പോയിരുന്നാലും ഈ ഒരു നെറ്റ് റോബോട്ടിൻ്റെ ഏജൻസ് ഈ ഒരു റോബോട്ട് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിറ്റിയിലെ ഏതൊരു മൂലയും സേഫ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ സിറ്റിയിൽ ഇവരെ ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ കൂടുതൽ പേരുള്ളവർക്ക് 5-10 ബസ്സൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഫുൾ എയർ കണ്ടീഷൻഡ് ബസ്സാണ് പോലീസുകാരുടെ. ഓക്കെ, പട്ടാളക്കാർ ഇവിടെ തന്നെ ഇരിക്കും. ഞാനാണ് ഡ്രൈവർ, ഞാൻ എല്ലാവരുടെയും കൊണ്ട് ആ സിറ്റിയിൽ സേഫ് ആക്കും. കൂടെ പോലീസുകാർ കുറച്ച് ഡ്രൈവേഴ്സിന് അങ്ങനെ എന്തോ കൊടുക്കുന്നുണ്ട്. അവർ ബാക്കി ബസ്സുകൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് വരും. അപ്പോൾ എത്ര ആൾക്കാർ വരുന്നു അത്ര ആൾക്കാരുടെ എണ്ണം കൂട്ടി ബസ്സസ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. അതായത് 5 ബസ്, 10 ബസ്, 20 ബസ്, എത്ര പേരുണ്ടോ അത്ര പേർക്ക് നമ്മൾ ബസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കൂടെ പൈസ ഒന്നും വേണ്ട, പറഞ്ഞ ആൾക്കാരുടെ ജീവന് വേണ്ടിയാണ് നമ്മൾ ഈ ബസ്സൊക്കെ നമ്മൾ പ്രിയപ്പെട്ട പോലീസുകാരുകൾ ഈ ഒരു ബസ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ജീവന് വേണ്ടി നമ്മൾ പൈസയൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ ഒരു ശബ്ദം കേട്ടില്ല, എനിക്ക് തോന്നുന്ന റോബോട്ടായിരിക്കും അവിടെ നിന്ന് എന്തോ അറ്റാക്ക് വല്ലതും ചെയ്ത് കാണും. ബസ് കേട്ടോ, എവിടെയാണെന്ന് അറിയത്തില്ല. ഏതോ സൗണ്ട് കേട്ട് ബസ് കേട്ടോ. ഓക്കെ, ഇഗ്നോർ ഇറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പോവാം. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പോവാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് നമ്മൾ ഇച്ചിരി അപ്ഗ്രേഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൈലൻസർ ഇച്ചിരി നമ്മൾ വെള്ള കളറാക്കി, കൂടെ ഒരു മാറ്റ് ഫിനിഷ് ബുള്ളറ്റാക്കി, പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ മാറി. ഓക്കെ, മൊത്തത്തിലൊരു മൊത്തത്തിലൊരു മാറ്റ് ഫിനിഷ് ബുള്ളറ്റാക്കി കേട്ടോ. ഇത് BS6 ആണ് മോഡൽ. ഓക്കെ, ബുള്ളറ്റ് 350 ആണ് ഇത്. ഓക്കെ, അപ്പോൾ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു കളേഴ്സൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അത് ഇൻഡിക്കേറ്ററിൻ്റെ LED ഒക്കെ നമ്മൾ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വണ്ടി ഇവിടെ തന്നെ പാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ വണ്ടി കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പാർക്ക് ചെയ്യുന്ന സമയമൊന്നും അല്ല കേട്ടോ. ഹലോ സാർ അപ്പോൾ സാർ ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുണ്ട്? അതായത് എപ്പോഴാണ് നമ്മൾ ആൾക്കാരനെയൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നത്? ഓക്കെ സാർ, ഞാൻ ഇതുവരെയായിട്ട് ആരൊക്കെ വരുന്നു അതൊന്നും തീരുമാനിച്ചിട്ടില്ല. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ അവരോട് ചോദിച്ച് നോക്കാം. അല്ലാണ്ട് എനിക്കിവിടെ ആറിനൊന്നും അങ്ങനെ പരിചയമൊന്നും ഇല്ല. പിന്നെ അറിയാലോ, എല്ലാവരും ഞങ്ങളുടെ ഈ ഒരു ബസ് പോലീസുകാർ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു കാര്യം അറിയത്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലവരൊക്കെ കാറൊക്കെ പിടിച്ചുകൊണ്ട് എവിടെയെങ്കിലും പോവുമായിരിക്കും. അപ്പോൾ ഞാനെൻ്റെ ഫ്രണ്ട്സിനോട് മാത്രമേ ഈ കാര്യം അറിയിക്കാം. പിന്നെ അറിയാത്തവരുടെയൊക്കെ സാറ് തന്നെ ഒന്ന് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ സാർ, ഒരു 5-10 ഫ്രണ്ട്സും ഉണ്ട്, അത്യാവശ്യം ഫ്രണ്ട്സും ഉണ്ട് എനിക്ക്. ഓക്കെ സാർ. ഓക്കെ പിന്നെ സാർ ഇവന്മാരൊക്കെ വരുന്നുണ്ടോ?
പറഞ്ഞുണ്ടല്ലേ? ഓക്കെ ഓക്കെ. ആ ജയിലിലെ പയ്യൻ എന്ത് ചെയ്യണം? ഓക്കെ ഓക്കെ ഗൈസ്, പാവം ഗൈസ്. ഓക്കെ, അപ്പോൾ ജയിലിലെ പയ്യനെ അടുത്ത സീറ്റിൽ പോയിട്ട് അവിടെ ഇടുമെന്ന് ഗൈസ് കേട്ടോ. എന്താണല്ലേ പയ്യ, പേടിക്കണ്ട. ഓക്കെ, നിനക്ക് ഉടനെ തന്നെ അടുത്ത വലിയ ജയിലിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, പാവം. ഓക്കെ, അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ വിചാരിച്ചാണ് ഇനി ഞാൻ അടുത്ത സീറ്റിൽ പോയിട്ട് ഞാൻ ഇനി വീട്ടിലായിരിക്കും കിടക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, പുതിയ ജയിലാണ് ഗൈസ് കിടക്കുന്നത്. അപ്പോൾ അവന് കരയാ ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി സാർ, ഞാനത് സെറ്റ് ആക്കാം. ഓക്കെ സാറ്, അത്യാവശ്യം ബസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ആൾക്കാരുടെ അനുസരിച്ച് എണ്ണം വെച്ച് ബസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഒരു ബസ് എൻ്റെ വീട്ടിൽ കിടപ്പുണ്ട്, സാറ് കൊണ്ട് തന്നായിരുന്നല്ലോ. പിന്നെ ബാക്കി ബസ്സുകൾ എൻ്റെ വീട്ടിൽ വെക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ചാൽ മതി. പോലീസ് സ്റ്റേഷനിൽ അത്യാവശ്യം സ്ഥലം ഉണ്ടല്ലോ. 10 അത്ര വെച്ചാൽ മതി, അല്ലെങ്കിൽ പുറത്തും വെച്ചാൽ മതി, കുഴപ്പമില്ല. ഓക്കെ 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 സാർ, താങ്ക് യു. അപ്പോൾ ഗൈസ്, നമ്മളെല്ലാം പ്ലാൻ ഡീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. നമ്മൾ ഉടനെ തന്നെ എല്ലാവരെയും ട്രാൻസ്ഫർ ചെയ്യുമെന്നാണ് നമ്മുടെ സാറ് പറയുന്നത് ഗൈസ്. ഓക്കെ, ഈ ഒരു മേക്ക് കൊബോട്ട് എന്ന് പറഞ്ഞൊരു സാധനം നശിക്കാതെ നമ്മൾ സിറ്റിയിൽ വരത്തില്ലെന്നാണ് പോലീസുകാർ പറയുന്നത്. അത് ഏത് ഇതായത് കേട്ടോ. ഈ ഒരു കാര്യം ചോദിക്കാൻ മാത്രം സാർ, എൻ്റെ ഫാമിലിയൊക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ ഫാമിലിയുടെ കാര്യം മറന്നു പോയി കേസ്. ഓക്കെ, അപ്പോൾ ഫാമിലിയും കൂടെ കൂട്ടാൻ പറഞ്ഞു കേസ്. ഓക്കെ, അപ്പോൾ ഫാമിലിയെ കൂട്ടണം കേസ് കേട്ടോ. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് ടൂറല്ല പോലെ നമ്മുടെ ലൈഫ് സേഫ് ആക്കാൻ വേണ്ടി അടുത്ത സിറ്റിയിൽ പോവാണ്. ഏത് സിറ്റി പോവാന്ന് അത് പറഞ്ഞിട്ടില്ല, പക്ഷേ ഒരു സേഫ് സിറ്റിയിൽ ആയിരിക്കും നമ്മൾ പോകുന്നുണ്ട് കേസ്. ഓക്കെ ഓക്കെ, ഈ ഒരു നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ പിന്നെ എയർപോർട്ടൊക്കെ നിർത്തി വെച്ചേക്കുകയാണ് കേസ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാം താൽക്കാലികമായി നിർത്തി വെച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ കാലി ഈ റോഡ് വെഹിക്കിൾസ് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ ഗൈസ്. ഓക്കെ, ബോട്ട് അതൊന്നും എല്ലാം നിർത്തി വെച്ചേക്കാണ് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ AC വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ ആർക്കും ക്ഷീണമൊന്നും പിടിക്കത്തില്ല ഗൈസ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം സുഖമായിട്ട് എല്ലാവർക്കും ഇരുന്നിട്ട് പോകാം ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാൻ എന്തായാലും എന്താ പറയുക, ഞാൻ എൻ്റെ ഡ്രസ്സൊന്ന് മാറട്ടെ ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്യാബ് ഇടാം, അല്ലാണ്ട് ഡ്രസ്സൊന്ന് മാറാം. ഓക്കെ, പട്ടാളക്കാരുടെ ഇടാം ഗൈസ്. ഓക്കെ, ഈ പാൻറ്റ് ഓക്കെ, ഇത് ഓക്കെ. ബാഗ് മാറാം ഗൈസ് നമുക്ക്. ബാഗ് ഓക്കെ, ഇത് ഓക്കെ. അപ്പോൾ ഗൈസ് ഓക്കെ, അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ഒരു മെക്ക് കൊബോട്ടിനെ നശിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത സിറ്റിയിലാണ് പോകുന്നത്. പോലീസുകാർ ഇവിടെ ഉണ്ടാവും, പട്ടാളക്കാർ ഇവിടെ ഉണ്ടാവും. അതായത് ഈ ഒരു ഇത് നശിക്കണമെങ്കിൽ 20,000 ടാങ്ക്സ്, ഹെലികോപ്റ്റേഴ്സ്, കുറേ മിസൈൽസൊക്കെ വേണം. അപ്പോൾ ഇവിടെ അവരുടെ ആൾക്കാരിരിക്കുന്ന സേഫ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിവിടെ ഇരുന്ന ഒരു വലിയ ഒരു നഷ്ടം തന്നെ ഉണ്ട്. അതായത് ഈ സൗണ്ട് കാരണമൊക്കെ ഭയങ്കര അവരുടെ ചെവിയൊക്കെ പോയി ചിലവരുടെ ജീവനൊക്കെ പോകും. അപ്പോൾ ഒരു വലിയൊരു ഡിസ്ട്രോയ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു യുദ്ധത്തിന് വേണ്ടി ഇവർ വെയിറ്റിംഗ് ആണ്. അതായത് എല്ലാ ആൾക്കാരനെ അടുത്ത സിറ്റിയിൽ ട്രാൻസ്ഫർ ചെയ്ത് ആ ആൾക്കാരെല്ലാം അവിടെ എത്തി എന്ന് പ്രോപ്പറായിട്ട് അന്വേഷിച്ചിട്ട് ആണ് ഇവർ ഈ ഒരു വാർ തുടങ്ങാൻ പോകുന്നത്. ഭയങ്കര ഡേഞ്ചർ, മോസ്റ്റ് പവർഫുൾ വാർ ആയിരിക്കും ഈ ഒരു ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D നടക്കാൻ പോകുന്നതെന്നാണ് എൻ്റെ പോലീസുകാർ പറഞ്ഞത്. അപ്പോൾ ചിലപ്പോൾ എൻ്റെ വീടൊന്നും കാണത്തില്ലെന്ന് പറയുന്നു ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല, പോട്ടെ ഗൈസ്. ഓക്കെ, നമുക്ക് ഇനി എന്താ ചെയ്യാനാ, നമ്മുടെ മെക്ക് റോബോട്ടിന് വേണ്ടി വീടല്ല എന്ത് പോയാലും ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നിന്ന് നശിപ്പിച്ചാൽ മതി ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു റിലാക്സേഷന് വേണ്ടി ഞാൻ ഒരു മിസൈൽ അങ്ങ് ലോഞ്ച് ചെയ്തേക്കാം. ഓക്കെ, എൻ്റെ ഭാഗമായി. ഓക്കെ, ഒന്നും ആവത്തില്ല ഗൈസ്, ആകാശത്ത് പൊട്ടി ഗൈസ് കേട്ടോ, എന്തോ ജീവിയാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് എന്തൊക്കെ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ഒരു ബസ്സിനെല്ലാ ആൾക്കാരിനൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് 5, 10, 20, 30, 40 ബസ്സുകളൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. നമ്മൾ
എന്തോ ആൾക്കാരുടെ എല്ലാം കൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. കൂടെ ഇവിടെ വാറൊക്കെ നടത്തി നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് സ്പീഡ് നോർമൽ ആവും ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ ഇത്രയുള്ള ഗൈസ് വീഡിയോ. സബ്സ്ക്രൈബ്. അപ്പോൾ ഗൈസ് ദിസ് ഈസ് വിജയ് ഷൈനിങ് ആ.